പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരീ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂൺ മാസം 24-ാം തീയതി തിങ്കളാഴ്ച. ഈ മാസത്തിൻ്റെ അവസാനത്തെ പ്രവർത്തന ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. നാം ഏവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ, കൃത്യനിഷ്ഠയോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ ആരോഗ്യവും ബലവും ദൈവകൃപയും നൽകി ഏവരെയും പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 11-ാം അധ്യായം 14-ാം വാക്യം. 1 സാമുവേൽ ചാപ്റ്റർ 11 വേഴ്സ് 14 നാം ഇപ്രകാരം വായിക്കുന്നു. പിന്നെ ശമൂവേൽ ജനത്തോട്, വരുവീൻ, നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജത്വം പുതുക്കുക എന്ന് പറഞ്ഞു. നാം ഇപ്പോൾ വായിച്ചു കേട്ട വാക്യത്തിന്റെ പശ്ചാത്തലം നമുക്കേവർക്കും വളരെ പരിചിതമാണ്. ഇസ്രായേൽ ജനം ഒരു രാജാവിനെ വേണമെന്ന് ഇതാ ശമൂവേൽ പ്രവാചകനോട് ആവശ്യപ്പെടുന്നു. ശമൂവേൽ പ്രവാചകന് അതിലത്ര തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവം പറഞ്ഞു, ശമൂവേലെ, നിന്നെ അല്ല അവർ ധിക്കരിക്കുന്നത്, എന്നെയാണ്. അതുകൊണ്ട് അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. അതിൻ്റെ വരും വരാഴികൾ മുഴുവനും ശമൂവേൽ പ്രവാചകനിൽ കൂടെ ഇസ്രായേൽ ജനത്തെ ദൈവം അറിയിക്കുന്നു. അങ്ങനെ 1-ാമത്തെ രാജാവായി ദൈവിക നിയോഗപ്രകാരം ശൗലിനെ തിരഞ്ഞെടുക്കുന്നു. പ്രത്യേകിച്ച് ഈ 11-ാം അധ്യായത്തിലെ സംഭവം നമുക്ക് വളരെ പരിചിതമാണ്. അമ്മോന്യനായ നാഹാഷ് യാബേശിനെ എതിരെ പാളയമിറങ്ങി ഉടമ്പടി ചെയ്യുവാൻ അവർ വന്നപ്പോൾ അവരോട് പറഞ്ഞത് വളരെ ഭീകരമായി പോയി. ഇത് കേട്ട് ശൗൽ വളരെ ശക്തമായി പ്രതികരിക്കുകയും ജനം ശമൂവേലിനോടും ശൗലിനോടും കൂടെ നിൽക്കുവാൻ 3 പങ്കായി മാറ്റുന്നു. ഫെലിസ്ത്യരെ സംഹരിക്കും. അങ്ങനെ ജനം മുഴുവനും ശൗലിന് കൂട്ടം കൂടിയപ്പോൾ ജനം തന്നെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ശമൂവേൽ പറയുകയാണ്, വരിക, നാം ഗിൽഗാലിലേക്ക് പോകാം, രാജത്വം പുതുക്കുക. ഇന്ന് ജീവജലത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ഇന്നിന്റെ സന്ദേശം ഇതിന്റെ പശ്ചാത്തലമൊന്നുമല്ല. മറിച്ച് ഒരേ ഒരു വാചകമാണ്, രാജത്വം പുതുക്കുക. പ്രിയ ദൈവമക്കളെ, നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ഇസ്രായേൽ ജനത്തിന്റെ 1-ാമത്തെ രാജാവായ ശൗലിന്റെ രാജത്വം പുതുക്കുവാൻ നിയോഗിക്കപ്പെട്ട ശമൂവേൽ പ്രവാചകൻ ജനത്തെ വിളിച്ചു വരുത്തുകയും അങ്ങനെ സമാധാനയാഗം നൽകി അത് നിർവഹിക്കുകയും ചെയ്തു. ഇതിൽ കൂടെ നമുക്ക് ലഭിക്കപ്പെടുന്ന സന്ദേശം, കഴിഞ്ഞ നാളുകളിൽ നാം ദൈവസന്നിധിയിലെടുത്ത പല തീരുമാനങ്ങൾ പുതുക്കേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. വേദപുസ്തകം വായനയിൽ, പ്രാർത്ഥനയിൽ, ആരാധനയിൽ, ഉപവാസത്തിൽ ഏകാഗ്രതയോടെ ഏകമായോ കുടുംബമായോ കൂട്ടമായോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതിൽ, ദൈവമക്കളെ ആദരിക്കുന്നതിൽ, ദശാംശം നൽകുന്നതിൽ, സുവിശേഷ വേലയിൽ വിവിധ നിലകളിൽ പങ്കാളികളാകുന്നതിൽ, ഇവയിലൊക്കെ ഒരു പുതുക്കത്തിന്റെ കാലം കഴിഞ്ഞിരിക്കുന്നു. ദൈവമക്കളെ, ഈ നാളുകളിൽ നാം നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും പുതുക്കണം. ഈ നാളുകളിൽ
നാം നമ്മുടെ ശുശ്രൂഷ പുതുക്കണം. ഇവയൊക്കെ പുതുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ആത്മീയ ഗോളത്തിൽ അപജയങ്ങൾ നേരിടുന്നത്, പ്രതികൂലങ്ങൾ നേരിടുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ അമ്മമാരോട്, അപ്പന്മാരോട് വളരെ സ്നേഹത്തോടെ ഈ തിങ്കളാഴ്ച അതിരാവിലെ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ വേദനയുടെയും നിരാശയുടെയും സങ്കടത്തിന്റെയും ആവശ്യങ്ങളുടെയും മുൾമുനയിൽ നിന്നപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച ആ പെയിൻ ഇപ്പോൾ നിങ്ങൾക്കുണ്ടോ? ദൈവസന്നിധിയിൽ ജാഗരിച്ച ആ ഒരു പെയിൻ ഇപ്പോൾ നിങ്ങളിലുണ്ടോ? എപ്പോഴും പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം എന്നുള്ളിൽ തോന്നുന്ന ഒരു വലിയ തള്ളൽ, ഒരു തിരതള്ളൽ ഇന്ന് നിങ്ങൾക്കുണ്ടോ? ഇന്ന് വേദപുസ്തകം വായിച്ച അധ്യായത്തിന്റെ എണ്ണം കുറഞ്ഞുപോയി. അങ്ങനെ ഒരു തോന്നൽ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇന്ന് ഞാൻ പ്രാർത്ഥിച്ച സമയം കുറഞ്ഞുപോയി, ഈ ആഴ്ച എനിക്കൊരു നേരം പോലും ഉപവസിക്കുവാൻ സാധിച്ചില്ലല്ലോ എന്നൊരു കുറ്റബോധം നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഞാൻ ആരാധന മിസ് ചെയ്തു പോയി, ഞാൻ പഴയ നിയമത്തിൽ നിന്നും സങ്കീർത്തനത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും ലേഖന ഭാഗത്തു നിന്നും ക്രമമായി വായിച്ചു വന്നത് ഇന്നെനിക്ക് പറ്റിയില്ല എന്നൊരു തോന്നൽ നിങ്ങളെ അലട്ടുന്നുണ്ടോ? അതോ സാധാരണ പോലെ രാവിലെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചു, വൈകുന്നേരം ഉറക്കത്തിന് ഭംഗം വരാതിരിക്കാൻ വീടിനും ചുറ്റുപാടിനും ഒരു കാവല്, അതുമല്ലെങ്കിൽ അപ്പനപ്പൂപ്പന്മാര് മുതൽ ചെയ്തു വരുന്ന ഒരു ദിനചര്യ, ഒരു ക്രിസ്തീയ കുടുംബമായതുകൊണ്ട് എന്നാ പ്രാർത്ഥിച്ചേക്കാം എന്നൊരു വെപ്പ്, ഇവയൊക്കെ അല്ലാതെ അതിന് മുകളിലായി എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് വചനം വായിക്കണം, എനിക്ക് ഉറക്കെ ഉറക്കെ പാടണം, ദൈവസന്നിധിയിൽ ഇരിക്കണം, ഈ ഒരു ആത്മവാഞ്ച പ്രിയമുള്ളവരെ നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഞായറാഴ്ച ആയാൽ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയാൽ എന്താണ് നിങ്ങളുടെ പരിപാടി? ആരാധനയ്ക്കാണോ മുൻസ്ഥാനം? മറ്റെല്ലാം കഴിഞ്ഞ് മറ്റു പരിപാടികളൊന്നും ഇല്ല എങ്കിൽ ആരാധനയ്ക്ക് പോയേക്കാം, കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിന് വിട്ടേക്കാം. ഇതല്ലേ നമ്മുടെ ഒരു മെല്ലപ്പോക്ക് നയമല്ലേ നാം ഈ നാളുകളിൽ ചെയ്യുന്നത്? അത് മാറണം, അത് മാറ്റണം. അതാണ് ഇന്നിന്റെ ശാപം, അതാണ് ക്രൈസ്തവ ജനതയ്ക്ക് നേരിട്ട വലിയ അപജയം. ഒരു 20, 30, 40 വർഷം പുറകിൽ നമ്മുടെ കുടുംബങ്ങളിൽ ശക്തമായ കുടുംബ പ്രാർത്ഥനകൾ, ആരാധനകൾ, ദൈവാലയ ആരാധനകൾ, കൃത്യമായും വ്യക്തമായും സൺഡേ സ്കൂളുകൾ, വൈകുന്നേരത്തെ പ്രാർത്ഥന കഴിയാതെ പഠനം ഇല്ല. നിർഭാഗ്യവശാൽ ഇവയെല്ലാം ഇന്ന് അന്യം നിന്നിരിക്കുന്നു. തുലോം ചില ഭവനങ്ങളിൽ ഇവയുണ്ട് എന്ന് ഒരു വെപ്പല്ലാതെ ആത്മാർത്ഥതയോടും ആവശ്യബോധത്തോടും എത്ര പേർ നിങ്ങളുടെ ആത്മീയ ജീവിതം പുതുക്കുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, ലൈസൻസ് പുതുക്കുന്നുണ്ട്, ആധാർ കാർഡ് പുതുക്കുന്നുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് അതാത് രാജ്യത്തെ ഗവൺമെന്റ് വിഭാവനം ചെയ്തിരിക്കുന്ന സകല കാർഡുകളും, നിയമത്തിൻ്റെതായിട്ടുള്ള സകലതും, പാസ്പോർട്ട് ഉൾപ്പെടെ സകലവും നമ്മൾ പുതുക്കുന്നുണ്ട്. ആത്മീയ ജീവിതം പുതുക്കുന്നുണ്ടോ? ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് നൽകുന്ന വലിയൊരു ആഹ്വാനമാണ്. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് സഭയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല.
പാരമ്പര്യ സഭയിലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പള്ളി കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞിട്ടും, ട്രസ്റ്റി ആണെന്ന് പറഞ്ഞാലും, സെക്രട്ടറി ആണെന്ന് പറഞ്ഞാലും, കൈക്കാരനാണെന്ന് പറഞ്ഞാലും, ശുശ്രൂഷകനാണെന്ന് പറഞ്ഞാലും, സെൻട്രൽ പാസ്റ്റ് ആണെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ വിളി നാം പുതുക്കുക തന്നെ ചെയ്യണം. ഇല്ലാത്തിടത്തോളം കാലം നമ്മൾ ഒന്നും എങ്ങും എത്താതെ പോവുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ വളരെ ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ പുതുക്കി സമർപ്പിക്കണം. ഇതിനോടനുബന്ധിച്ച് അനേക വാക്യങ്ങൾ, അനേക സംഭവങ്ങൾ, അനേക ഭക്തന്മാരുടെ ജീവിതചര്യകൾ വിശുദ്ധ വചനത്തിൽ നിന്നും എൻ്റെ ഓർമ്മയിൽ വന്നു പോകുന്നു. ആകയാൽ ഇന്നത്തെ ദിനം നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ, നമ്മുടെ ദൈനംദിന ജീവിത ആത്മീയ ചര്യകൾ ദൈവനാമത്തിൽ പുതുക്കുവാൻ ഇടയാവട്ടെ. ഓരോ ദിനവും പുതുക്കത്തിന്റെയും നന്മയുടെയും ദിനമായി തീരുവാൻ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഇത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കാം, അവരെ ശീലിപ്പിക്കാം. ഒരു ദിവസം പല സമയങ്ങളിലായി ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ ഒരു വയോവൃദ്ധൻ അഥവാ ഒരു പ്രായമുള്ള ആൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ വിവിധങ്ങളായി ചിലവിടുമ്പോൾ 10 മിനിറ്റ് ചിലവഴിച്ച് ഒരു 3 അധ്യായം പോലും വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ മനസ്സില്ലാതെ ഇരിക്കുന്ന ഒരു വല്ലാത്ത ക്രൈസ്തവ ഗോളത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതം പുതുക്കണ്ടേ? പുതുക്കേണ്ട കാലം എന്നേ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശമൂവേൽ ജനത്തോട് വരിക, നാം ഗിൽഗാലിലേക്ക് പോയി രാജത്വം പുതുക്കുക. ഈ പ്രഭാതത്തിൽ നമ്മുടെ ഭവനം ഒരു ഗിൽഗാലായി മാറട്ടെ. നമ്മുടെ ഭവനത്തിലെ ഒരു പായ ഗിൽഗാലായി മാറട്ടെ. അങ്ങനെ ഒരു ഭവനവും ഒരു മുറിയും ഒരു പായയും നമുക്കുണ്ടോ പ്രിയമുള്ളവരെ? ഇല്ല എങ്കിൽ ഇന്ന് അതൊരു തുടക്കമാവട്ടെ. നിങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ അമ്മമാർ അവരുടെ ഇല്ലായ്മയിൽ, ദാരിദ്ര്യത്തിൽ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും അവർ പ്രാർത്ഥന മുടക്കിയില്ല. നല്ല വസ്ത്രം ഇന്നത്തേതുപോലെ ഇല്ലെങ്കിലും ഉള്ളത് വൃത്തിയാക്കി അവർ ആരാധന മുടക്കിയില്ല. അതിന്റെ നന്മയാണ് മിഡിൽ ഈസ്റ്റിലും അമേരിക്കൻ ഐക്യനാടുകളിലും യൂറോപ്യൻ കൺട്രികളിലും കേരളത്തിലെ ക്രൈസ്തവ ജനതയുടെ പിൻതലമുറ ഉയർന്ന നിലയിൽ ജീവിക്കുന്നത്. മറന്നു പോകരുത്. നാം മറക്കുവാൻ പാടില്ല. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ ഇന്റലക്ച്വൽ കഴിവ് കൊണ്ടുമല്ല, നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ്. അത് അടുത്ത തലമുറയ്ക്ക് കർത്താവിന്റെ വരവ് വരെ അനുഗ്രഹമായി ലഭിക്കണമെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും നമ്മുടെ ആത്മീയ ജീവിതം പുതുക്കണം. അതാണ് ശമൂവേൽ പ്രവാചകനിൽ കൂടി ജീവജല വാഗ്ദത്ത വചനം നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ പുതുക്കാം, ദൈവവരങ്ങളിൽ ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇസ്രയേലിന്റെ 1ാമത്തെ രാജാവായ ശൗലിന്റെ രാജസ്ഥാനം പുതുക്കുവാൻ ശൗലിനെ നിയോഗിച്ച ശമൂവേൽ പ്രവാചകൻ ജനത്തെ ഗിൽഗാലിലേക്ക് ക്ഷണിക്കുന്നു. ഈ നാളുകളിൽ ഞങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ശ്രദ്ധയോടെ കൈക്കൊള്ളുവാൻ, പുതുക്കുവാൻ
വളരെ വിനയത്തോടെ സമർപ്പിക്കുവാൻ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ അവിടുന്ന് വചനത്തിൽ കൂടെ ഓർമ്മപ്പെടുത്തിയതിനായി സ്തോത്രം. ദൈവവചനം കേൾക്കുന്ന ഏവരെയും അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം വചനപ്രകാരം പുതുക്കത്തോടെ അങ്ങേ സേവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, നാം ദിനംതോറും അനുഭവിക്കുന്ന നന്മ ദൈവത്തിന്റെ ദാനമാണ്. നാം അവിശ്വസ്തരായപ്പോഴും, പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും, ആരാധനയ്ക്ക് പോകാതിരുന്നപ്പോഴും ദൈവത്തിന്റെ വിശ്വസ്തത അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ അനുഭവിച്ചുകൊണ്ട് തന്നെയിരുന്നു, ഇപ്പോഴും അത് അനുഭവിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മളോട് ഒരു താക്കീതായി പറയുന്നു, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. നമ്മുടെ വിളി പുതുക്കണം. നമ്മുടെ ചില തീരുമാനങ്ങൾ പുതുക്കണം. പ്രാർത്ഥന നിന്നുപോയത്, വചനവായന നിന്നുപോയത്, ഉപവാസം നിന്നുപോയത്, ഒരുപക്ഷെ മരുന്ന് കഴിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടാവാം. ആവട്ടെ, എവിടെ എന്തൊക്കെ ആത്മീയ ജീവിതത്തിൽ നിന്നുപോയി, ചിലരോട് പിണങ്ങി, ഇനി ഈ പാസ്റ്റർ പോകാതെ, ഈ അച്ഛൻ പോകാതെ ഞാൻ പള്ളിയിൽ കയറുകയില്ല, വിശുദ്ധ സംസർഗ ശുശ്രൂഷ കൈക്കൊള്ളുകയില്ല. സഹോദര, താങ്കൾക്ക് പോയി നിങ്ങളുടെ ശുശ്രൂഷ പുതുക്കണം. അങ്ങനെ പുതുക്കത്തിന്റെ ആത്മാവിൽ ദൈവകൃപയോടെ കർത്താവിനെ സേവിപ്പാനും കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.